ഓം ശ്രീ ഗണേശാശാരദാ ഗുരുഭ്യോ നമ. വൈശാഖമാഹാത്മ്യം കിളിപ്പാട്ട് സപ്തദശാധ്യായം. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമദേവ ദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ സൗരേ ദേവകീ സുതാ ജയ. ഉത്തമ പ്രൗഢയാം അന്തർനളിനിയിൽ സപ്തപത്മങ്ങൾ തോറും നടന്നാദരാൽ സാത്വമാകും മധു ഉണ്ടു രമിക്കുന്ന ബുദ്ധിയാകും കിളിപ്പൈതലേ ചൊല്ലു നീ എന്നതു കേട്ടു തെളിഞ്ഞു കിളിമകൾ വന്ദനം ചെയ്തു ഗണേശ്വരൻ തന്നെയും. വേദ ഹരി ഹരേശാനൻ ഗുരും തഥാ ബോധസ്വരൂപം പരമ്പരയാസമം ഭക്ത്യാ വണങ്ങിപ്പറഞ്ഞു തുടങ്ങിനാൾ. മുഗ്ധയാം ബാലിക താനതിസാദരം ഇക്കഥ തന്നീൽ അഭിരുചിയുണ്ടെങ്കിൽ ദുഃഖമവർക്കുമേലുണ്ടായി വരാ ദൃഢം. ഭക്തിയില്ലാതവർ നിന്ദിക്കുമൊക്കെയും ഭക്തിയുള്ളോർക്കിതു കേട്ടാൽ മതി വരാ. മൂനമേറ്റുള്ള ചരടെന്ന പോലെ ജീവൻ ചരാചരാന്തർഭൂതനായി സദാ കേവലൻ അച്യുതാനന്ദൻ സനാതനൻ വിശ്വങ്ങളെല്ലാറ്റിനും പുറത്തും തഥാ. ശേഷമുള്ളിലും തിങ്ങി വിളങ്ങിന നാരായണനുടെ ലീലാവിശേഷങ്ങൾ ആരാകിലും തെളിഞ്ഞാശു കേട്ടുവിടുവിൻ. ഭൂപതിയോടു പുനഃശ്രുതദേവനാം താപസനേവം പറഞ്ഞു തുടങ്ങിനാൻ. ശുദ്ധി കലർന്നോരു പാഞ്ചാല പൂവരൻ ഇത്തം പുകഴ്ത്തുന്ന കേട്ടു രമേശ്വരൻ. പാരം പ്രസാദിച്ചു മേഘഗംഭീരമാം ചാരുവാക്യമരുൾ ചെയ്തു നൃപനോടും. നിഷ്കാമനായ ഭവാനെ വിശേഷിച്ചു മദ്ഭക്തരിൽ ശ്രേഷ്ഠനെന്നു ചിന്തിക്കുന്നേൻ. ദേവകളാലും അലഭ്യമമ്പരം കേവലം താനെന്നറിക മഹാമതേ. ദിവ്യവത്സര സംവത്സരമർബുദമായുസ്സും അവ്യയ സമ്പൽ സമൃദ്ധിയും തന്നു ഞാൻ. എങ്കൽ ദൃഢമായ ഭക്തിയും അന്തരേ സങ്കടം തീർന്നു സായുജ്യം ഭവിക്കതേ. യാതൊരുത്തൻ പുനരി സ്തോത്രമാതരാൽ ചേതസീ ഭക്ത്യാ ജപിക്കുന്ന മാനുഷൻ ഭക്തിയും മുക്തിയും സാധിക്കും എന്നുമേ ഭക്തനാകും ഭവൻ കേൾക്കാ വിശേഷിച്ചും. വിഖ്യാതയായി വരും ഈ തൃതീയാ ഭുവി മുഖ്യരേ പ്രത്യക്ഷമദ്ദിനമാകയാൽ മൂഢരെന്നാകിലും വ്യാജമോടെങ്കിലും പ്രൗഢസൽഭാവമോടെങ്കിലും തദ്ദിനം സൽക്രിയ സ്നാന ദാനാദികൾ ചെയ്കിലോ മുഖ്യം എനിക്കതീ ഭക്തനവനിടോ. തദ്ദിനമമ്പിൽ പിതൃക്കൾക്കു സാദരം ശ്രാദ്ധമൂട്ടിയിടുന്നതും പ്രിയമെത്രയും. നാനാതിഥികളിൽ ആര്യ തൃതീയകൾ നൂനമന്നാൾ പശുദാനവും ചെയ്കിലോ. സർവസമ്പത്തുമുണ്ടാം പിന്നെ മോക്ഷവും സർവസൗഖ്യങ്ങൾ കരസ്ഥമറികടോ. വിപ്രനാകും കുടുംബിക്കൊരു നൽവൃക്ഷം സൽപ്രീതിയോടും കൊടുക്കുന്നവനുടെ പാരമം പാപങ്ങളും കാലമൃത്യുവും ദൂരമായി വർദ്ധിക്കും ആയുസ്സോം അവനിടോ. മൃത്യുജരാജന്മ പാപഭയാദികൾ സദ്യോഹരൻ മമാ വൈശാഖധർമ്മങ്ങൾ 100,000 ദുഷ്കൃതൗഹം പ്രായശ്ചിത്തമില്ലാത്തതു ചെയ്തുവെന്നാകിലും എന്നുടെ പാദസ്മരണ മാത്രം പോലെ തന്നെ നശിക്കും അനർത്ഥങ്ങളൊക്കെയും. മാധവമാസധർമ്മമനുഷ്ഠിക്കലോ ബോധമേറും ഭവാനെ പോലെ നിർണയം എന്നരുൾ ചെയ്തു മറഞ്ഞു രമാവരൻ. മന്നവൻ വിസ്മയം പൂണ്ടു വണങ്ങിനാൻ. അത്യന്തഭക്തിയോടും നിർവതീശ്വരൻ പ്രതീതരം പരിപാലിച്ചുമേവിനാൻ. നിത്യവും വന്നു മുനീവരന്മാർ നിജ പഥ്യമാർഗജ്ഞാനമോതുമതുമൂലം രാജ്യധാരാപത്യ വസ്തുവൃന്ദങ്ങളിൽ രാഗമെനിക്കില്ല ശ്രദ്ധ ധരിക്കടോ. പിന്നെയും പിന്നെയും വൈശാഖധർമ്മങ്ങൾ മന്നവൻ താൻ അനുഷ്ഠിച്ചു ബഹുകാലം. അന്ത്യകാലത്തിങ്കൽ അംബുജാക്ഷൻ തന്റെ ചെന്തലേർപാത സായുജ്യവും സിദ്ധിച്ചു എന്നരുൾ ചെയ്തവാറേ നൃപൻ മൈഥിലൻ തന്നുള്ളിലോർത്താൻ അഖില പുണ്യപ്രദം
മന്നവൻ കൗതുകം പൂണ്ടു മുനിയോടു പിന്നെയുമേവം പറഞ്ഞു തുടങ്ങിനാൻ. നിൻമുഖ പത്മത്തിൽ നിന്നൊഴുകിയിടുന്ന നന്മധുവായ ഹരികഥ കേൾക്കയാൽ എൻ ചെവികൾക്കു വരുന്നീര തൃപ്തിയും വാഞ്ച വളരുന്നു മന്മതീ തന്നിലും. ഈ ദൃശ്യം കഥ ചൊല്ലേണമിന്നിയും സാദരം മാമുനെ കാരുണ്യമോടു നീ. മന്നവ ഭാഷിതം കേട്ടു മഹാമുനി പിന്നെയുമേവം പറഞ്ഞു തുടങ്ങിനാൻ. പമ്പാ നദിയുടെ തീരദേശേ പുരാ സംഭവിച്ചിടിന വിപ്രകുലോത്തമൻ. ശംഖനെന്നല്ലോ മുനിക്കു നാമം സഖേ, പങ്കജാക്ഷപ്രിയൻ പണ്ഡിതൻ ബുദ്ധിമാൻ. ഭീമയാം ഗോദാവരി തീർത്ഥമാടുവാൻ ഭീമരാത്രോ കടന്നത്ര പോകും വിധോ. നിർഗമിക്കും മുനി നായകനെന്നൊരു ദുർഗമമായൊരു കാട്ടിലകപ്പെട്ടു. പാരമാഘർമ്മം സഹിയാഞ്ഞു താപസൻ പേരാൽ നിഴലിൽ ചെറ്റിരിക്കും വിധോ. ഘോരനായുള്ള കിരാതൻ അതിഘോരൻ പാരമണഞ്ഞു ചെന്നിടിനാൻ ദക്ഷണേ. അന്തകനെ പോലെ അടുക്കയാൽ അന്തം വരുമെന്നു ശങ്കിച്ചു മാമുനി. ദുഷ്ടനാകുന്നവൻ താപസനാഥിനെ കിട്ടിനാൻ ദുഷ്ടതയൻ കഷ്ടമെത്രയും. വിത്രസ്തനായ മുനിയുടെ കയ്യിലുള്ള അർത്ഥമെല്ലാം പരിചീടിനാൻ നിർദ്ദയാൽ. ഛത്രാദിപാതുക വസ്ത്രങ്ങൾ ഈ വിധം ഹസ്തയെ ഗ്രഹിച്ചു വിട്ടിയിടിനാൻ പിന്നെയും. സത്വരം പോകൻ നയിച്ചു മുനീന്ദ്രനെ ഭീത്യ നടന്നാൻ മുനീശ്വരൻ അന്നേരം. ചൂടു സഹിക്കരുതാഞ്ഞു വെയിലത്തു വാടി മയങ്ങി തളർന്നു മഹീസുരൻ. മണ്ടിയും ഒട്ടോ നിന്നും നടന്നും പിന്നെ ഇണ്ടൽ പൊറാഞ്ഞു പോകുന്നവനെ കണ്ടു. കാട്ടാളനും നിജ മാനസേ ചിന്തിച്ചു, ഒട്ടല്ല ചൂടു പൊറുക്കരുതാർക്കുമേ. ചൂർണങ്ങളായുള്ള പാതുകം വേണ്ടിയില്ല, ധന്യങ്ങളായവ വേണ്ടുന്നതുണ്ടല്ലോ. ഏറ്റം വലയുന്ന ഭൂസര നിന്നു ഞാൻ തെറ്റുന്നൊരു ചെരിപ്പത്ര നൽകിയിടുവൻ. നല്ലതു വന്നിടുമെങ്കിലും അതാകട്ടെ, അല്ലെങ്കിലോ ഛേദമില്ലെനിക്കേതുമേ. ഇത്തമുരച്ചു ചെരുപ്പുമെടുത്തവൻ പൃഥ്വീശ്വരാന്തിയെ ചെന്നു നൽകിയിടിനാൻ. പാതുകം വാങ്ങിക്ഷണേന മുനി നിജപാദങ്ങളിൽ ചേർത്തു നിന്നു ചൊല്ലിയിടിനാൻ. നന്മ നിനക്കിനി മേൽമേൽ വരും ദൃഢം, നന്മ നിനക്കിനി മേൽമേൽ വരും ദൃഢം. എന്നുടെ സങ്കടം നീങ്ങിയതുപോലെ മുന്നമേ ചെയ്തോരു പുണ്യങ്ങളിക്കാലം വന്നുദിച്ചു ഭവാൻ എന്നതും നിർണയം. ധന്യമാകുന്ന വൈശാഖത്തിൽ വിപ്രനു നന്നിടോ പാതുകദാനം സുഖപ്രദം. നന്നായി വരികെന്നനുഗ്രഹിച്ചാൻ മുനി. അന്നേരമാശു ചോദിച്ചു കാട്ടാളനും, എന്റെടോ നന്മ നമുക്കു വരുന്നതും എന്തു വൈശാഖധർമ്മം? ദാനമെന്തഹോ എന്തു പ്രസാദം? ഹരി എന്നതും നീ ഇന്നു ചന്തത്തിൽ എന്നോട് സർവവും ചൊല്ലണം. ആശു നിർബന്ധവാക്യം കേട്ടു താപസൻ വൈശാഖ കർമ്മഫലം വധിച്ചിടിനാൻ. ഇത്ര വേഗം ധർമ്മപുണ്യം വിരചതേ ചിത്രം മനസ്സിലുദിച്ചിതോ ബോധവും. മാധവനുള്ളിൽ പ്രസാദമുണ്ടാകയും സാധുവൃന്ദത്തിനു സങ്കടം തീർക്കയും. ഉത്തമമാകിയ ധർമ്മമിവ രണ്ടും എത്രയും വൈകാതെ സൽഫലം സിദ്ധിക്കും. മാധവ മാസമായുള്ള ധർമ്മങ്ങളാൽ മാധവനേറ്റം പ്രസാദിക്കും. അപ്പോഴേ സർവദാനങ്ങളും ദിവ്യസുഖങ്ങളും സർവദാ ചെയ്യും തപസ്സുമിതിനൊവ്വാ. ഗംഗാഗയാ പ്രയാഗം പുഷ്കരം തഥാ മംഗല കേദാരവും കുരുക്ഷേത്രവും. ഗോദാപ്രഭാസംഖ്യമന്ത അന്തക കൃഷ്ണയും സേതു മുമ്പായുള്ള തീർത്ഥമിവയൊന്നും വൈശാഖ തീർത്ഥത്തിനോളം ഫലമില്ല, സംശയമില്ലെന്നുരച്ചു മുനീശ്വരൻ. മറ്റുള്ള ധർമാദികൾക്കു നാരായണൻ തെറ്റെന്നീ വണ്ണം പ്രസാദിക്കയില്ലല്ലോ. അധ്യായം ഇപ്പോൾ 17 ചൊല്ലിനേൻ, ചിത്തം തെളിഞ്ഞു കേട്ടിയിടുക ശേഷവും. ഇതി വൈശാഖമാത്മ്യം സപ്തദശോധ്യായഃ. ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ഹരി ജയ. ഗോവിന്ദ ശിവരാമദേവ ദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയശൗരേ ദേവകീ സുതാ ജയ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമോ നമഃ.